ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ ഒരു ഈവനിങ് ടൈമൊക്കെ ആയ സമയത്ത് ഗായ്സ് അങ്ങനെ ഞാൻ പോവാണ്, കടയിൽ പോവാണ് കേട്ടോ. വൈകുന്നേരമായപ്പോൾ നാളെ എനിക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ മദ്രസയിലേക്ക് രാവിലെ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാം. നമ്മൾ വാതിൽ ലോക്കാണ്, കാരണം അതെല്ലാവരും ഉറങ്ങാണ്. അപ്പം നമ്മൾ പോവാണ് കേട്ടോ. സോ ഞാൻ വൈകുന്നേരം കടയിൽ പോകാണ്ട് വിചാരിച്ചത് തന്നെയാണ്. ആ സമയം നോക്കുന്ന സമയത്താണെങ്കിൽ രാവിലെ ഞാൻ എണീച്ച സമയം മുതൽ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരെ നിൽക്കാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ചിലൊരു നിർത്തല്ല, അതിങ്ങനെ അധികം മഴ പെയ്തതൊരു ഉച്ച സമയത്താണ്. എന്നാലും അധികം പെയ്യുന്നില്ല, അതിങ്ങനെ കുറച്ച് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കേട്ടിങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. സോ അങ്ങനെ മഴ പെയ്തുകൊണ്ട് നിന്നായിരുന്നു രാവിലെ മുതൽ. ഞാൻ 10:30 ആയപ്പോഴാണ് എണീച്ചത്. മദ്രസ സ്കൂളും ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ 10:30 ആയപ്പോഴാണ് എണീച്ചത്. നാളെ എനിക്ക് ശനിയും ഞായറും തിങ്കളാണ് മദ്രസ ഉള്ളത്. അപ്പം നാളെ എനിക്ക് മദ്രസ ഉണ്ടായതുകൊണ്ട് വൈകുന്നേരം ഉപ്പയും എല്ലാവരും ഇങ്ങനെ കിടക്കാണ്ട് മറന്നു പോയി എന്തെങ്കിലും വാങ്ങി. എന്നപ്പോൾ ഞാൻ ബിസ്ക്കറ്റും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്, വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അവിടെ ഉണ്ട് ഒരു പൂച്ച നിൽക്കുന്നത്, അവിടെ വളർത്തുന്ന ഒരു പേർഷ്യൻ ക്യാറ്റാണ്. സോ എനിക്ക് പിന്നെ ഞാൻ +1 സ്കൂളില്ല, കാരണം ജൂലൈ 3-നാണ് സ്കൂൾ തുറക്കുന്നത്. എനിക്ക് ഒരു മാസം കൂടി ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരു മാസം കൂടി ഇരിക്കാം. പക്ഷേങ്കിൽ അങ്ങനെ പറയുമ്പോൾ നല്ല സുഖമുണ്ടെങ്കിലും വീട്ടിലിങ്ങനെ ഇരുന്നിരുന്ന് ബോറാണ് ഗൈസ്. ഫോണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബോർ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ നാളേക്ക് സ്കൂൾ മദ്രസൊക്കെ ഉണ്ട്, അല്ല മദ്രസ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. ഇപ്പം മഴ ഒന്ന് ചോർന്നതാണ്. ഇത്രയും നേരം ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചുകൂടി ഇത് നിന്നില്ലായിരുന്നു മഴ. ഇന്നാണ് ആദ്യമായിട്ട് നല്ലോണം നിൽക്കാതെ മഴ പെയ്യുന്നത്. ഇത്ര ദിവസം മഴ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുള്ള ഇന്നിപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അനിയന് 4 ദിവസം സ്കൂളില്ല. സോ നല്ലൊരു വൈബാണ് സംഭവം എന്ന് പറഞ്ഞാൽ. ഇന്ന് എനിക്ക് ഓരോ ദീനും വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് പോകേണ്ട. ഇന്നലൊക്കെ സ്കൂളിൽ അലോട്ട്മെൻറ്റിൻ്റെ ദീനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പേപ്പർ വാങ്ങാനും കൊടുക്കാൻ ഇങ്ങനെ പോകണം. സ്കൂളിലൊക്കെ മുമ്പിൽ മെച്ചടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കണം. അപ്പോൾ ഇങ്ങനെ കളിക്കുന്ന നേരത്ത് ഈ മഴയും കൂടി പെയ്താലാവൂല, വണ്ടിമേലാണല്ലോ പോവുക. അപ്പോൾ ഇതാ ഗൈസ് മഴ പെയ്തുകൊണ്ട് ഇവിടെ നിറച്ചു. ഞങ്ങൾ മെഞ്ഞാന്ന് ഇവിടെ കുളിക്കാൻ നിന്നും അന്ന് ഇത്ര ഒന്നും വെള്ളമില്ല. അതിനും ഇതാ നല്ലോണം വെള്ളം ഇങ്ങനെ കൂടിയിട്ടുണ്ട്. എനിക്കൊരു ഇതുണ്ട് എന്ന് വെച്ചാൽ പാലത്തുമ്മൽ കൂടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വെള്ളത്തിലേക്ക് ഇടാൻ തോന്നും. അതെന്ത് അസുഖമാണെന്ന് എനിക്ക് അറിയില്ല. എത്ര കാലമായിട്ടും എനിക്ക് വെള്ളത്തിലേക്കൊക്കെ ഇപ്പോൾ ഫോൺ ഇങ്ങനെ ഇടാൻ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളിടാൻ പാടില്ലല്ലോ, ആ ഒരു ചിന്ത ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഫോൺ ഇടാൻ തോന്നും, പക്ഷെ ഇടാൻ പറ്റൂല എന്നുള്ളത് ഓർമ്മയുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ തരിക്കും. അതെന്തുകൊണ്ട് എനിക്കറിയില്ല. നമ്മൾ വെളിമണ്ണെത്താനേ ഈ റോഡുമ്പോൾ കൂടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് മാത്രമേ കഷ്ടിച്ച് പോകാൻ കഴിയുള്ളൂ. ഓട്ടോറിക്ഷയ്ക്ക് തന്നെ ഓട്ടോറിക്ഷ പോയിട്ടാണ് ഇത് അവിടെയൊക്കെ കണ്ടോ സൈഡ് ഇങ്ങനെ ഒരിഞ്ഞതാ. ഓട്ടോറിക്ഷയ്ക്ക് തന്നെ അതും ചെറിയ ഓട്ടോറിക്ഷ കേട്ടോ, കുഞ്ഞി. ഞാൻ പറഞ്ഞു തീർന്നില്ല, അന്നപ്പോഴേക്കും ഇതാ അടുത്ത മഴ തുടങ്ങി. ഇനിയിപ്പോൾ പോകാൻ നമുക്ക് നല്ല വേണ്ടോ. ഇപ്പോൾ പാലെങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ആക്കരുള്ള റോഡ് റെഡിയാക്കിയപ്പോൾ ഇതിലൂടെ 2 വണ്ടിയൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണേ കഷ്ടപ്പാടാണ്. ഓട്ടോറിക്ഷ വന്നാലൊക്കെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞ് തീർന്നതിന് മുമ്പ് അതാ മഴ പൊടിയുന്നുണ്ട്. വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ അങ്ങാടിയിലെത്തി. ഇത് അക്ഷരത്തിട്ടാണോ അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാണോ എന്നറിയില്ല. ബ്രസീലിൽ നിന്നാണെന്ന് തോന്നുന്നു. നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ വന്നത് പഞ്ചസാരയും കല്ലുപ്പും ബിസ്ക്കറ്റുമാണ്. നമ്മൾ സാധാരണ ഈ പീടികയിൽ നിന്നാണ് വാങ്ങാറുള്ളത് എല്ലാം. അപ്പം ഞാൻ ഈ പീടികയിൽ നിന്ന് അങ്ങനെ വിചാരിച്ചു. ഈ 2020 വലുതില്ല. നാദേരി നമ്മൾ ഇത് 25 30 വേറെ കാണിച്ചു. 30 ഇതാണ് 30. ഇത് കുറച്ച് വലുതാണ്, മെച്ച കുറച്ച് ചെറുതാണ്. ഇനി നമ്മൾ കല്ലുപ്പും 1 കിലോ പഞ്ചസാരയും വാങ്ങിയിട്ട് നമ്മൾ പോകും.
മുട്ടയെ നമ്മൾ വാങ്ങുന്നില്ല. അവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, ചെറിയ വീടാണെങ്കിലും. അതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എത്രയായി? നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി പോവുകയാണ് ഗായ്സ്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. സാധനങ്ങൾ പറയാനൊന്നുമില്ലായിരുന്നു. ഒരു പാക്ക് കല്ലുപ്പു, ഒരു പാക്ക് എന്താ പറയുക പഞ്ചസാര, ഒരു പാക്ക് ബിസ്ക്കറ്റുമാണ്. ഇത്രയൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. ഇവിടെ നോക്കായിട്ട് ഇറങ്ങുമ്പോൾ വണ്ടി വെച്ച് ഇറങ്ങുന്നതിലൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഈ കിണർ കാണില്ല, പെട്ടെന്നൊന്ന് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ നമ്മളൊരു വണ്ടിയൊക്കെ പോകണമെങ്കിൽ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് കൊടുക്കണം, അല്ലാതെ പോകാനാവില്ല. ഇനി നമുക്ക് ഈ പാലം എങ്ങനെയൊക്കെ കടക്കണം ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ആ പാലം കടന്നു. അപ്പോൾ നമ്മൾ പോവാണ്. അതിന് ഗൈസ് കുറേ ചളികളും ഇതൊക്കെ താണ്ടി നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഉറങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടാവും. കാരണം ഈ വൈകുന്നേരം ഉറങ്ങുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ ഞാനങ്ങനെ ഉറങ്ങിയാൽ രാത്രി ഉറങ്ങുകയില്ല. ഇന്നൊക്കെ ഞാൻ കുറേ നേരം വയ്ക്കുന്നതാണ്. കാരണം ഇന്നലെ അനിയന് കുറേ ഹോംവർക്ക് ചെയ്തെടുക്കാണ്ടായിരുന്നു. പിന്നെ അവൻ്റെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരൊക്കെ എഴുതി കൊടുത്തപ്പോൾ തന്നെ 12 മണി അയക്കണം. അത് കഴിഞ്ഞ് പിന്നെ പോയി കിടക്കണ്ടേ. കിടന്നപ്പോഴേക്കും ഒരു 12:15 വരെയൊക്കെ അയക്കും. നമ്മൾ വീടെത്താനായിട്ടുണ്ട് ഗായ്സ്. നമ്മൾ അവിടെ ഒരു തല പോയ തെങ്ങുണ്ട്. ഞാൻ എൻ്റെ പുതിയ ബ്രിക്കുകളാണ് ഗൈസ് ഇട്ടുള്ളത്. ഇപ്പോൾ വേറെ പുറത്തിറങ്ങാൻ ഹവായി ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു ബ്രിക്ക് ഇട്ടിട്ടാണ് പോവുക. നമുക്ക് പെരുന്നാളിനെയൊക്കെ കിട്ടിയതാണ്. ഉപ്പ കൊണ്ടുവന്നാണ്. എനിക്ക് ഉമ്മക്കും സെയിമാണ് കളർ ചേഞ്ച്. എനിക്ക് ഒരു ബേബി പിങ്ക് കളർ, ഉമ്മക്കൊരു ബേബി ഗ്രീൻ. അതെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ ഒന്നും ഗ്രീനല്ല, ഒരു ലൈറ്റിൽ നമ്മൾ പാലൊക്കെ ഒഴിച്ചൊരു ഗ്രീൻ ഉണ്ടാവില്ലേ, ആ ഒരു ഗ്രീൻ കളർ. ഇവിടുന്ന് മരം മുറിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു വെളിച്ചത്തിന് വ്യത്യാസം. ഫോണിൽ അത് തോന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് തോന്നും. ഇവിടെ ഉള്ള ഈ ഒരു ലൈറ്റിൻ്റെ താരം ഊരിക്കൊണ്ടിരിക്കണം. ഇതുവരെ ആരെയൊന്നും കിട്ടിയില്ല. ഇവിടെ 2 എണ്ണം നമ്മൾ ഒടിച്ചു കഴിഞ്ഞു. നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഒരു ഈവനിങ് കടയിൽ പോകൽ വ്ലോഗ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ അറിയും. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.